Meet the editors. നമുക്കിപ്പം മുബഷിർ അക്ബർ ഉണ്ട്. മുബഷിർ അക്ബർ, ആർക്കാണ് സുംബയെ പേടി എന്ന ചോദ്യമാണുള്ളത്. ആർക്കാണ് ഇത് പ്രശ്നമാകുന്നത്? എന്താണ് അവർ പറയുന്നത്? മുസ്ലിം സമുദായ സംഘടനകളിൽപ്പെട്ട ചില നേതാക്കൾക്ക് മാത്രമാണ് ഇത് പ്രശ്നം എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. അരുൺകുമാർ, സംഘടനയുടെ അഭിപ്രായമായിട്ട് ഇപ്പോഴും ഒരു വിഷയത്തിൽ നിലപാടുകൾ പുറത്തു വന്നിട്ടില്ല. ആദ്യമായിട്ട് മുസ്ലിം വിഭാഗത്തിലെ സംഘടനയിൽപ്പെട്ട മുജാഹിദ് വിഭാഗത്തിൽപ്പെട്ട വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള TK അഷ്റഫിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റോട് കൂടിയാണ് ഒരു ചർച്ചകളുടെ തുടക്കമുണ്ടാകുന്നത്. അദ്ദേഹം തീർത്തും വ്യക്തിപരമായിട്ട് പറഞ്ഞൊരു അഭിപ്രായമാണ്. ഇത്തരത്തിൽ സർക്കാർ നടപ്പിലാക്കിയ സൂംബ ഡാൻസുമായി ബന്ധപ്പെട്ട പദ്ധതിക്ക് തനിക്ക് വിയോജിപ്പുണ്ട്. സ്കൂളുകളിലേക്ക് തൻ്റെ മക്കളെ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അയക്കില്ല. ഒരു അധ്യാപകൻ എന്ന നിലയിൽ താനും ഈ ഒരു പരിപാടിയിലേക്ക് പോകില്ലെന്ന് അദ്ദേഹം പറയുന്നു. സ്വാഭാവികമായിട്ടും ആ ഒരു സംഘടനയുടെ പ്രധാനപ്പെട്ട നേതാവ് എന്ന നിലയിൽ അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ ഫേസ്ബുക്കിൽ പങ്കുവച്ച ആ ഒരു കുറിപ്പ് സംഘടനയുടെ നിലപാടായി വളരെ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നു. തൊട്ടു പിന്നാലെ സമസ്തയുടെ പോഷക സംഘടനയിൽപ്പെട്ട നേതാക്കൾ, സമസ്തയുടെ അബ്ദുസമദ് പൂക്കോട്ടൂരും അതുപോലെ തന്നെ നാസർ ഫൈസി കൂടത്തായി പോലെയുള്ള നേതാക്കൾ അഭിപ്രായം പറയുന്നു. സമാനമായിട്ടുള്ളൊരു നിലപാട് തന്നെയാണ് അവരും ഈ ഒരു വിഷയത്തിൽ പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സംഘടന കേരളത്തിലെ ഏറ്റവും പ്രബലമായിട്ടുള്ള മുസ്ലിം സംഘടന എന്ന് പറയുന്നത് EK സമസ്ത വിഭാഗമാണ്. നമുക്കറിയാം AP വിഭാഗമുണ്ട് ഒരു ഭാഗത്ത്, KNM പോലെയുള്ള അതിൽ താഴെ വരുന്ന മുസ്ലിം സംഘടനകളുണ്ട്. ഈ പറയപ്പെടുന്ന സംഘടനയുടെ പ്രസിഡന്റോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളൊന്നും തന്നെ ഈ ഒരു വിഷയത്തിൽ ഇപ്പോഴും പ്രതികരണം നടത്താൻ തയ്യാറായിട്ടില്ല. ചില വ്യക്തികൾ, സംഘടനയിൽപ്പെട്ട ചില നേതാക്കൾ പറഞ്ഞ അഭിപ്രായമാണ് ആ രീതിയിൽ പ്രചരിപ്പിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. ഒരു ഭാഗത്ത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട വിമർശനം, മുസ്ലിം സമുദായത്തിൽ തന്നെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെ എതിർത്തിരുന്ന മതയാഥാസ്ഥികർ ഒരു കാലത്തുണ്ടായിരുന്നു. അതിനൊക്കെ തന്നെ മറികടന്നുകൊണ്ട് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വളരെ ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. സമുദായത്തെ സംബന്ധിച്ച് മിടുക്കരായിട്ടുള്ള കുട്ടികൾ വിദ്യാഭ്യാസം നേടി മുന്നോട്ട് വരുന്നുണ്ട്. പെൺകുട്ടികൾ വിദ്യാഭ്യാസം നേടുന്നതിനെ എതിർത്തിരുന്നു മതയാഥാസ്ഥികർ ഒരു കാലത്തെ. അതിനൊക്കെ തന്നെ മറികടന്നുകൊണ്ട് മലബാറിൽ നിന്ന് ഏറ്റവും അധികം A+ ലഭിക്കുന്ന മികച്ച വിജയം നേടിവരുന്ന കൂട്ടത്തിൽ പെൺകുട്ടികളെയൊക്കെ തന്നെ കാണാൻ സാധിക്കും. ഈ പറയപ്പെടുന്ന സംഘടനകൾ തന്നെ പെൺകുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മലബാറിൽ ഉൾപ്പെടെയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പറയപ്പെടുന്ന നേതാക്കൾ പുതിയ രീതികളെ എതിർക്കുന്നതിന് വിമർശനം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്? അതോടൊപ്പം തന്നെ ഇവർ പറയുന്നത് ഒന്നും തന്നെയല്ല ഈ ഒരു വിഷയത്തിൽ മുസ്ലിം സമുദായം സ്വീകരിക്കുന്ന നിലപാട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിമർശനം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട്. കാരണം ഈ പറയപ്പെടുന്ന കലാലയങ്ങളിലോ സ്കൂളുകളിലോ കുട്ടികൾക്കോ അധ്യാപകർക്കോ രക്ഷിതാക്കൾക്കോ ഒന്നും തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്തരമൊരു ആശങ്കയില്ല. അപ്പോൾ ആരുടെ അഭിപ്രായമാണ് ഇവർ രേഖപ്പെടുത്തുന്നതൊരു ചോദ്യമാണ് ഒരു ഭാഗത്തെ വലിയ വിമർശനമായിട്ട് ഉയരുന്നത്. എന്തായാലും ഈ അഭിപ്രായം പറഞ്ഞ ആളുകളൊക്കെ തന്നെ ആ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. TK അഷ്റഫ് ആണെങ്കിലും അബ്ദുസമദ് പൂക്കോട്ടൂരാണെങ്കിലും നാസർ ഫൈസി കൂടത്തായാണെങ്കിലൊക്കെ തന്നെ ഒരു വിഷയത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിലൊരു മുതിർന്ന മതപണ്ഡിതൻ എന്ന നിലയിൽ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് നിലവിലെ സാഹചര്യത്തിൽ സമസ്ത EK വിഭാഗത്തിന്റെ കേന്ദ്ര മുഷാവർ അംഗം കൂടിയായിട്ടുള്ള ബഹാവുദ്ദീൻ നദ്വിയാണ്. അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വലിയ ഒരു ദീർഘമായിട്ടുള്ള ഒരു കുറിപ്പിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത് ഇതിനു പിന്നെ ഒരു ഗൂഢലക്ഷ്യമുണ്ട്. മതമൂല്യങ്ങളെ അവഹേളിക്കുന്നതിന് വേണ്ടിയാണ് സർക്കാർ ഇത്തരമൊരു പദ്ധതി നടപ്പിലാക്കുന്നത് എന്നുള്ളതാണ്. അദ്ദേഹം ഒരു ലീഗ് ഫ്രാക്ഷനുള്ള ഒരു നേതാവ് കൂടിയാണ്, സമസ്തയിൽ അത്തരമൊരു പേരുള്ളൊരു നേതാവ് കൂടിയാണ്. സ്വാഭാവികമായിട്ടും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ നിലപാടുകൾ പല ഘട്ടങ്ങളായി സ്വീകരിച്ചു പോരുന്ന നേതാവ് എന്ന നിലയിൽ അദ്ദേഹം ആ ഒരു വിമർശനം ഈ ഒരു വിഷയത്തിൽ തുടർന്നു എന്നുള്ളതാണ്. മുസ്ലിം ലീഗ് ഒരു വിഷയത്തിൽ സ്വീകരിച്ച നിലപാടാണ് നമ്മൾ കാണേണ്ടത്. വളരെ പക്വതയോടുകൂടിയുള്ള നിലപാടാണ് ലീഗ് ഇതിൽ സ്വീകരിച്ചിട്ടുള്ളത്. അവർ ഒരു പരസ്യ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. ഇന്നിപ്പോൾ മുസ്ലിം ലീഗിന്റെ നേതൃയോഗം മലപ്പുറത്ത് ചേർന്നിരുന്നു. അതിനുശേഷം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള PMA സലാം പറഞ്ഞതാണ് നമ്മൾ കേൾക്കേണ്ടത്. ഈ ഒരു വിഷയം പഠിച്ചു വരികയാണ്. മത നേതാക്കൾ അവരുടെ വിഷയമാണ് പറഞ്ഞിട്ടുള്ളത്. മുസ്ലിം ലീഗ് ഒരു വിഷയത്തിൽ പ്രതികരിക്കാനില്ല എന്നുള്ളതാണ് ലീഗ് നേതൃത്വവും പറഞ്ഞിട്ടുള്ളത്. എന്തായാലും അധിക ചർച്ചകളിലേക്ക് കടക്കേണ്ടതില്ല എന്നുള്ളതാണ് ലീഗിന്റെ വിഷയത്തിലെ നിലപാട്. അരുൺകുമാർ. ഓക്കെ, താങ്ക് യു. മുബഷിർ അക്ബർ ആണ് വിവരം നൽകിയത്. നമുക്കൊപ്പം ഇന്ന് PR സുനിൽ കൂടി ചേരുന്നുണ്ട്. PR സുനിൽ ടെലി ട്രാൻസ്പോർട്ടിംഗ് സംവിധാനം വഴി തിരുവനന്തപുരത്ത് നിന്നാണ് ഞങ്ങളുടെ എറണാകുളത്തെ സ്റ്റുഡിയോയിലേക്ക് എത്തുന്നത്. PR സുനിൽ കൂടി എൻ്റെ അടുത്തുണ്ട്. യഥാർത്ഥത്തിൽ PR സുനിൽ ഇവിടെ ഇല്ല. PR സുനിൽ ടെലി ട്രാൻസ്പോർട്ടിംഗ് സ്റ്റുഡിയോ സംവിധാനത്തിലുള്ളത് ഇപ്പോൾ തിരുവനന്തപുരത്താണുള്ളത്. നമുക്കൊപ്പം PR സുനിൽ കൂടി ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. നമുക്കിനി ചർച്ചയിലേക്ക് വന്നാൽ പല വിഷയങ്ങൾ കേരളത്തിൽ പ്രത്യേകിച്ച് മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട് ചില നേതാക്കൾ നടത്തുന്ന പ്രസ്താവനകൾ പല പരിഷ്കാരങ്ങളിൽ നിന്നും പിന്നാക്കം പോകാൻ സർക്കാരിനെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ജെൻഡർ ന്യൂട്രൽ യൂണിഫോം എന്നുള്ളൊരാശയം, സെക്സ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, ഇപ്പോൾ നേരത്തെ ഈ സ്കൂൾ സമയക്രമം നിശ്ചയിച്ചതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതിൽ നിന്ന് പിന്നാക്കം പോയിട്ടില്ല. അത് നടപ്പിലാക്കാൻ തീരുമാനിച്ചു. ഹൈക്കോടതി ഉത്തരവും അതിന് പിന്നിലുണ്ട്. ഇപ്പോൾ ഇത് സൂംബ ഡാൻസ്, അതുമായി ബന്ധപ്പെട്ടും മത സമുദായ നേതാക്കളുടെ ഭാഗത്തു നിന്ന് ആശങ്കകൾ ഉയരുകയാണ്. സൂംബ ആശങ്ക വേണോ? ആശങ്ക വേണമെന്ന് മാത്രമല്ല, സർക്കാർ പിന്നോട്ട് പോയി കഴിഞ്ഞു. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ പറഞ്ഞത്, CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു കഴിഞ്ഞു, വേണ്ടവർക്ക് സൂംബ, വേണ്ടാത്തവർക്ക് വേറെന്തെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞു. വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഞങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നും പറഞ്ഞു കഴിഞ്ഞു. ഇതുവരെ ഇതിനകത്ത് അഭിപ്രായപ്പെട്ടത് ചില നേതാക്കൾ മാത്രമാണെങ്കിലും
മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്നൊക്കെ പ്രതികരണം വരേണ്ട സമയം കഴിഞ്ഞു. ഞാൻ അതിനെ കുറ്റകരമായ മൗനം എന്നാണ് ഞാൻ പറയുക. പറയാനുണ്ടെങ്കിൽ ഇപ്പോൾ പറയണം. തീരുമാനത്തിലേക്ക് സർക്കാർ ഒരു തവണ കൂടി പണ്ട് മതമില്ലാത്ത ജീവൻ എന്ന് പറഞ്ഞ ഒരു ചെറിയ പാഠം 7ാം ക്ലാസ്സിൽ വന്നതിനെ തുടർന്ന് ഇവിടെ ഉണ്ടായ വലിയ പുകൽ ഓർമ്മയുണ്ടല്ലോ. അന്നടക്കം ഇവരെല്ലാവരും പതുക്കെ എങ്ങനെയാണ് അവസാനം ആ പുസ്തകത്തിലെ ആ പാഠഭാഗം പാടില്ല എന്ന് പറഞ്ഞ് എത്തിയെന്ന് ഓർമ്മയുണ്ടാവുമല്ലോ. അന്ന് വലിയ സമരമായിരുന്നു. അന്നൊരു തമാശ കൂടെയുണ്ട്. അന്ന് ഈ 7ാം ക്ലാസ് പാഠപുസ്തകം കേരളം മുഴുവൻ കത്തിക്കുകയായിരുന്നു. ഒരിടത്ത് പാഠപുസ്തകം കിട്ടാനില്ല. അപ്പം 4ാം ക്ലാസ്സിലെ 3ാം ക്ലാസ്സിലെ കൂടെ പാഠപുസ്തകം ഒരുമിച്ച് വെച്ച് കത്തിച്ചു എന്നൊരു കഥയുണ്ട് ഒരു സംഘടന. എനിവേ, അതൊരു ജോക്കാണ്. ഈ കാര്യത്തിൽ മതസംഘടനകൾക്ക് മുന്നിൽ മുട്ടുമടക്കുന്ന മുസ്ലിം സമുദായ നേതാക്കളും അതുപോലെ തന്നെ മുസ്ലിം ലീഗുമാണ് ഞാൻ നാളെയും മറ്റന്നാളുമായിട്ടൊക്കെ കാണാൻ പോകുക. സർക്കാർ എന്തായാലും അതിന് കാത്തു നിൽക്കുന്നില്ല. ഇതിനകത്ത് സൂംബ എന്ന കാര്യത്തിൽ അവർ പിന്നോട്ട് പോയി കഴിഞ്ഞു. ഒരു പക്ഷേ കുറച്ചുകൂടെ സൂക്ഷിച്ച് ഈ കാര്യം കൈകാര്യം ചെയ്താൽ ഇത് തീരുമായിരുന്നു. സൂംബ ഇവർ അംഗീകരിക്കുമായിരുന്നു. ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം. പ്രശ്നം ഇവിടെ അല്പവസ്ത്രമോ അല്ലെങ്കിൽ എക്സസൈസോ ഇതൊന്നുമല്ല, സംഗീതവുമല്ല ഇവിടുത്തെ പ്രശ്നം. ആണും പെണ്ണും ഒരുമിച്ച് വരാൻ സാധ്യതയുള്ള ഒരു കാര്യം, നൃത്ത ചുവടുകൾ വയ്ക്കുന്നൊരു ഒരു കാര്യം. അപ്പം ഇന്ന് രാവിലെ നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞ ആളുകൾ പറഞ്ഞൊരു അഭിപ്രായ പ്രകടനമുണ്ട്. ഈ നൃത്തം എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ അത് DJ പാർട്ടിയിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഡാൻസ് ഒരു പ്രശ്നമാണ്. അതൊന്നും കുട്ടികളെ പഠിപ്പിക്കുന്നത് തന്നെ ശരിയല്ല. ഇതൊക്കെയാണ് ഈ ആളുകൾ ഉന്നയിക്കുന്ന ആശങ്കയുടെ ഒരു പ്രശ്നം. അപ്പോൾ നമുക്ക് തിരിച്ചൊരു ചോദ്യം ചോദിക്കേണ്ടതുണ്ടല്ലോ. ഈ സൂംബ വന്നാൽ അങ്ങനെ ഡാൻസൊക്കെ പിള്ളേർ പഠിച്ചു കളയോ? പഠിച്ചു കളയും. ചിലപ്പോൾ നാളെ DJ പാർട്ടിക്ക് പോയെന്നും വരും. അതിന് കേരളം തയ്യാറാണോ? അതിന് കേരളം തയ്യാറാണോ എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് ഈ ബൈബിളിലെ ഒരു വാചകമുണ്ട്, ഒന്നുകിൽ ശീതവാനാകാം അല്ലെങ്കിൽ ഉഷ്ണവാനാകാം, മിതശീതോഷ്ണവാനാകാൻ പറ്റില്ല. ഇതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. കേരളം ഒരു വലിയ ഇരുണ്ട കാലഘട്ടത്തിൽ നിന്ന് മുമ്പോട്ട് നടന്നത് ഇതുപോലെയുള്ള ഒരുപാട് സമരങ്ങളിലൂടെയാണ്. മാറുമറയ്ക്കാനുള്ള സമരം മുതൽ ഒരുപാട് സമരങ്ങളുടെ മുന്നോട്ട് വന്ന് ഒരു പ്രത്യേക ഘട്ടത്തിൽ നമ്മൾ എത്തി നിൽക്കുന്നു. ആ സമയത്ത് നൃത്തച്ചുവടുകൾക്കനുസരിച്ച് സംഗീതത്തിനനുസരിച്ച് നൃത്തച്ചുവടുകൾ വെച്ച് ഡാൻസ് ചെയ്യാനുള്ള ഒരു പുതിയ ഒരു എക്സസൈസാണത്. ഇത് നൃത്തവും സംഗീതവും സിരകളിൽ ലഹരിയായി വരുന്ന ലാറ്റിൻ അമേരിക്കയിൽ നിന്നാണ് ഈ സൂംബ എന്ന് പറഞ്ഞ സംവിധാനം വരുന്നത്. സൂംബ എന്ന സംവിധാനം കൊണ്ടുവരുന്നത് ആൽബർട്ടോ പെറസ് എന്ന് പറയുന്ന കൊളംബിയയിലെ ഒരു കൊറിയോഗ്രാഫറാണ്. അദ്ദേഹം അബദ്ധത്തിൽ കണ്ടുപിടിച്ച ഒരു നൃത്തരൂപം. കയ്യിൽ എറോബിക് സംഗീതം ഇല്ലാതെ വന്നപ്പോൾ ലാറ്റിൻ അമേരിക്കൻ സംഗീതം അദ്ദേഹം എടുത്തിരുന്നു. അത് പതുക്കെ ക്ലിക്കാവുന്നു. 2001 ആകുമ്പോഴേക്കും ഇതിനൊരു രൂപം വരുന്നു. അങ്ങനെയാണ് സൂംബ ലോകത്തെത്തുന്നത്. പിന്നെ ഒരു 10-20 വർഷം കൊണ്ട് മൊത്തം വ്യാപിക്കുകയാണ്. അപ്പോൾ നൃത്തവും സംഗീതവും ഇതിൻ്റെ അടിസ്ഥാനം തന്നെയാണ്. നിങ്ങൾക്കിതിനെ എക്സസൈസ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റില്ല. വെറും എക്സസൈസ് അല്ല സൂംബ. പക്ഷേ അങ്ങനെ ഒരു പുതിയൊരു കാലത്ത് ഇപ്പോൾ ഒരു 15 വർഷം മുമ്പ് നൃത്തം ചെയ്യുന്ന കുട്ടികൾ മനുഷ്യർ കേരളത്തിലുണ്ടായിരുന്നു. വലിയ അപൂർവമായിരുന്നു. എന്തിനാ നമ്മളെക്കുറിച്ച് പറയുന്നതിനെ കടൽ കാണാൻ പോകുന്ന മനുഷ്യരെന്നാണ്. മലയാളി കടലിൽ ഇറങ്ങില്ല. ശംഖുമുഖത്തൊക്കെ തിരുവനന്തപുരത്തൊക്കെ നിന്ന് ശംഖുമുഖത്തൊക്കെ പോയി കടൽ കണ്ടുകൊണ്ട് നിൽക്കും. അവിടെ നിന്ന് കടലിലിറങ്ങുന്ന മനുഷ്യരായി. വിവാഹവേളകളിൽ നൃത്തം ചെയ്യുന്ന മനുഷ്യരായി. നമ്മൾ മാറി മാറി വരികയാണ്. അതിൻ്റെ ഭാഗമായി നൃത്തവും സംഗീതവും ഇടകലർന്നു വരുന്ന ഒരു എക്സസൈസ് രീതിയെ ജനം 2 കൈയും പുണർന്ന് സ്വീകരിക്കുകയാണ്. വെളുപ്പാൻ കാലത്ത് 4:30ക്കും 5 മണിക്കും നടക്കാൻ പോകുന്ന സ്ത്രീകൾ കേരളത്തിലുണ്ടായിരുന്നു. അതില്ല. അതിപ്പോഴാണ് ഉണ്ടായത്. അങ്ങനെ കാലം മാറി വരുമ്പോൾ, പുതിയ കാലത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിനെ സ്വീകരിക്കാൻ ഒരു കാലത്തും ഇവിടുത്തെ മത നേതൃത്വം തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സൂംബ ഒരു കാരണവശാലും ഇവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. നമുക്കും തിരിച്ച് ഒരു മറ വയ്ക്കാതിരിക്കാം. ഇത് വെറും ഒരു എക്സസൈസ് അല്ല. ഇത് നൃത്തവും സംഗീതവും ഒക്കെയുള്ള ഒരു എക്സസൈസ് രീതിയാണ്. ആ രീതി പഠിക്കുന്ന കുട്ടികൾക്ക് നൃത്തം ചെയ്യാനുള്ള അറപ്പ് മാറും. അവർ നാളെ ചിലപ്പോൾ നൃത്തം ചെയ്തെന്ന് വരും. ചിലപ്പോൾ ആണും പെണ്ണും ഒരുമിച്ച് നൃത്തം ചെയ്തെന്ന് വരും. അതൊക്കെ താങ്ങാനുള്ള ശേഷി കേരള സമൂഹത്തിന് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഉണ്ടായാൽ എന്തൊക്കെയോ സംഭവിക്കും എന്നുള്ള പേടിയിൽ നിന്നാണ്. ആ പേടി ശരിയാണ് കേട്ടോ, അതുണ്ടാവും. പക്ഷേ അത് ഉണ്ടാകണം എന്നുള്ളതാണ് ഈ കാലത്തിൻ്റെ ആവശ്യം. അവിടെയാണ് പ്രശ്നം. ആ ഒരു പ്രശ്നം വരുമ്പോൾ നിങ്ങൾ ആരുടെ കൂടെ നിൽക്കും? സൂംബ ഡാൻസ് സ്കൂളുകളിൽ നടത്തിയാൽ ചിലപ്പം അവർ ഈ പറഞ്ഞ പേടിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാവും. നൃത്തം ചെയ്യാനുള്ള അറപ്പ് മാറിയ കുട്ടികൾ നൃത്തം ചെയ്തെന്ന് വരും, പുറത്തുപോയി. താങ്ങുമോ കേരളം? അതാണ് എൻ്റെ ചോദ്യം. സൂംബ ഡാൻസിൽ ആശങ്ക വേണോ എന്നുള്ളതാണ് ചോദ്യം.
ആശങ്കയാവുന്നു സമൂഹത്തിൽ എന്നുള്ളതാണ് ആശങ്കയായി മാറുന്നത്. എന്താണ് നേരത്തെ ജിമ്മി സൂചിപ്പിച്ചതുപോലെ മതമില്ലാത്ത ജീവൻ എന്ന പാഠപുസ്തകം വരുമ്പോൾ അതിലെന്താണ് ഉണ്ടായിരുന്നത് ഇത്ര പിൻവലിക്കാൻ? ആ പാഠപുസ്തകത്തിൽ പറഞ്ഞിരുന്നത് എന്താ? അച്ഛൻ്റെ പേരെന്താ? അൻവർ റഷീദ്. അമ്മയുടെ പേരെന്താ? ലക്ഷ്മി ദേവി. മോൻ്റെ പേരെന്താ? ജീവൻ. അവൻ ഏതു മതമില്ലെന്ന് എഴുതിക്കൊള്ളൂ. ഇഷ്ടമുള്ള മതം അവൻ വളരുമ്പോൾ സ്വീകരിച്ചു കൊള്ളട്ടെ എന്ന ജനാധിപത്യയുക്തിയുള്ള ഭരണഘടനാപരമായിട്ടുള്ള ഒരു ആശയം കുട്ടികളിൽ പഠിപ്പിക്കുമ്പോൾ ആ പുസ്തകത്തിൻ്റെ ആ പേജ് പിൻവലിക്കണം, അല്ലെങ്കിൽ ആ താള് പിൻവലിക്കണം, ആ പാഠഭാഗം പിൻവലിക്കണം എന്ന് പറഞ്ഞ് സമരത്തിനിറങ്ങിയൊരു സമൂഹമാണ് നമ്മുടേത്. എത്ര പരിഷ്കൃതരെന്ന് നമ്മൾ പറയുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ പുരോഗമനത്തിൻ്റെ വെളിച്ചം കയറാത്ത അറകൾ സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്ന സമൂഹങ്ങളും സമുദായങ്ങളുമുള്ള നാടാണ്. ആ സമുദായത്തിൽ നിന്ന് വരുന്ന ആശങ്കയായിട്ടാണ് ഞാനതിനെ കാണുന്നത്. ഇതാദ്യമായിട്ടല്ലല്ലോ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം വന്നപ്പോൾ ഉടനെ തന്നെ സ്ത്രീയും പുരുഷനും സമത്വരാണോ എന്നൊരു ചോദ്യമാണ് വന്നത്. കൃഷിയിടങ്ങളായി സ്ത്രീ ശരീരങ്ങളെ കാണുന്ന ഒരു വിഭാഗം ആളുകൾ, ഒരു വിഭാഗം എന്ന് ഞാൻ പറയൂ, കാരണം ആ സമുദായത്തിലെയും സമൂഹത്തിലെയും ഒക്കെ ബഹുഭൂരിപക്ഷം ആളുകളും ഉന്നത വിദ്യാഭ്യാസം നേടി പുറം ലോകങ്ങളിൽ പോയി നല്ല ആത്മാഭിമാനത്തോടുകൂടി പണിയെടുത്ത് ജീവിക്കുന്ന മനുഷ്യരുണ്ട്. എന്നാൽ ഇപ്പോഴും വെളുക്കാത്ത മനുഷ്യരുള്ള നാട്ടിൽ, ഇപ്പോഴും ഇരുട്ടിൽ തന്നെ കഴിയുന്നവരാണ് ആ നാട്ടിലുള്ളത്, ആ സമൂഹത്തിലുള്ളത്. ആ മനുഷ്യരിൽ ചില ആളുകൾ പുറത്തിറങ്ങി പറയുന്നു, സ്ത്രീയും പുരുഷനും തമ്മിൽ സമത്വത്തിൽ നയിക്കുന്ന ഒരാശയത്തെയും ഞങ്ങൾ പിന്തുണയ്ക്കില്ല, ജെൻഡർ ന്യൂട്രൽ യൂണിഫോം വേണ്ടതില്ല, പകരം അത്തരം ആശയങ്ങളിൽ നിന്ന് പിൻവാങ്ങണം. സെക്സ് എഡ്യൂക്കേഷൻ കൊണ്ടുവന്നത് ഇവിടെ ലൈംഗികത പഠിപ്പിക്കാനാണ്, ലൈംഗികത ശാസ്ത്രമായി പഠിപ്പിക്കുകയാണ്, ലൈംഗിക കാമനകൾ പഠിപ്പിക്കാനല്ല. അതൊരു ബയോളജിക്കലായിട്ടുള്ള ജീവശാസ്ത്രമാണ് പഠിപ്പിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ ഇവരുടെ തലച്ചോറിൽ ഇത് കയറണ്ടേ? ഇത് ഏത് കാലത്താണ് ഇവർ ജീവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. പുരോഗമനത്തിൻ്റെ ഒരു ഇത്തിരി മിന്നാമിനിങ്ങിൻ്റെ വെട്ടം പോലും കയറാത്ത കുറേ മനുഷ്യർ നമ്മുടെ സമൂഹത്തിൽ ഈ ആശങ്ക വിതച്ചിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ വലിയ ആശങ്കയായി മാറുന്നത്. ഇതിന് ഭരണകൂടങ്ങൾ കീഴ്പ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടുവരുന്നത്. ഈ വിഷയത്തിൽ സർക്കാർ എവിടെയെങ്കിലും പിൻവാങ്ങി എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. പക്ഷേ സർക്കാർ എടുത്ത തീരുമാനം എന്ന് പറയുന്നത് ഏതെങ്കിലും സമുദായത്തെ ഒന്നും പ്രകോപിപ്പിക്കാനുള്ള തീരുമാനമേ ആയിരുന്നില്ല. എന്താണ് സൂംബ ഡാൻസിൻ്റെ പേരിൽ സർക്കാർ എടുത്ത തീരുമാനം? ഞാൻ ആ തീരുമാനം ആദ്യം പറയാം. ഈ തീരുമാനം വരുന്നതിനുള്ള സാഹചര്യം എന്താ? ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിലേക്ക് നമ്മളുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകണം. കുഞ്ഞുങ്ങളിൽ അമിതമായി ലഹരി ആസക്തി വർദ്ധിക്കുന്നു, അവർ വയലൻ്റായിട്ട് മാറുന്നു. അപ്പോൾ ഈ വിഷയത്തിൽ സർക്കാർ എടുത്ത ഒരു നിലപാട്, അവർക്ക് കേവലം ക്ലാസ് മുറിക്കുള്ളിലിരുന്നുള്ള പഠനം മാത്രം പോരാ, അവരുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ഉല്ലാസവും അവരുടെ ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കുന്ന രീതിയിൽ ആ കുഞ്ഞുങ്ങളെ മാറ്റണം. അതാണല്ലോ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് തന്നെ. മാനസികവും ആത്മീയവും ശാരീരികവും ഒക്കെ ആയിട്ടുള്ള വികാസം ഉണ്ടാവണമെന്നേ. അതിനുവേണ്ടി കുഞ്ഞുങ്ങളെ പുറത്തേക്ക് ഇറക്കുകയും അവർക്ക് ആനന്ദകരമായ, അവരിൽ കോൺഫിഡൻസ് നിറയ്ക്കുന്ന, അവരിൽ പോസിറ്റിവിറ്റി നിറയ്ക്കുന്ന, ലഹരി പോലുള്ള വസ്തുക്കളോട് നോ എന്ന് പറയുന്നവരെ പ്രേരിപ്പിക്കുന്ന, ഞങ്ങൾക്ക് ജീവിതമാണ് ലഹരി എന്ന് കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ക്രമീകരിക്കണം. അതിനുവേണ്ടി ലഘു വ്യായാമങ്ങൾ എന്ന മട്ടിലാണ് സൂംബ ഡാൻസ് അടക്കമുള്ള കാര്യങ്ങൾ പറയുന്നത്. അതല്ലാതെ എല്ലാ വിദ്യാർത്ഥികളും സർക്കാർ സ്കൂളിൽ പഠിക്കുമ്പോൾ സൂംബ ഡാൻസ് ചെയ്തുകൊള്ളണം എന്നൊരു തിട്ടൂരമൊന്നും ഇറക്കിയിട്ടേ ഇല്ല എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. മാത്രവുമല്ല, ഇതിൽ സ്കൂളുകളാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ അതാത് സ്കൂളുകൾക്ക് സൂംബ ഡാൻസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ആ ഡാൻസ് വിദഗ്ധന്മാരെ കൊണ്ടുവന്ന് ചെയ്യുക. ഞാൻ ഈ സൂംബ ഡാൻസ് എന്താണെന്ന് രണ്ടാമത്തെ ഘട്ടത്തിൽ പറയാം. മാത്രമല്ല, ഇതിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന കാര്യം എന്താ? ഇതിൽ 163 ഉപജില്ലയിൽ നിന്ന് ഓരോ കായിക അധ്യാപകർക്ക് ട്രെയിനിങ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്ട്രെച്ചിങ്, റിലാക്സേഷൻ ഇവയടങ്ങുന്ന ലഘുവ്യായാമം, അതേപോലെ സൂംബ തുടങ്ങിയവയിലുള്ള പരിശീലനമാണ് നൽകിയിരിക്കുന്നത്. ഈ 163 ഉപജില്ലകളിൽ നിന്നും പരിശീലനം നേടിയവർ താഴെത്തട്ടിൽ വന്ന് പരിശീലനം നടത്തുകയും അവിടെയുള്ള കായികാധ്യാപകരുണ്ടെങ്കിൽ കായികാധ്യാപകരെ ഉപയോഗിച്ചും, അതല്ലെങ്കിൽ മറ്റുള്ള സൂംബ ട്രെയിനേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശീലനമാണ് നൽകുന്നത്. വിദ്യാർത്ഥികൾക്ക് ഇത് നൽകുന്നതോ, വിദ്യാർത്ഥികൾക്ക് PT പീരീഡ്, ഇപ്പോൾ സാധാരണ PT പീരീഡ് എന്ന് പറഞ്ഞാൽ കണക്ക് മാഷും ഇംഗ്ലീഷ് മാഷും അധികം വന്ന് അല്ലെങ്കിൽ സയൻസ് മാഷും വന്ന് പീരീഡ് എടുത്ത് തീർക്കാൻ വേണ്ടുന്ന ക്ലാസ്സുകളാണ് പല സർക്കാർ സ്കൂളുകളിലും ഉണ്ടായിരുന്നത്. ആ സംവിധാനം മാറണം. കുഞ്ഞുങ്ങൾക്ക് മാനസിക ഉല്ലാസത്തിനും ഈ പറയുന്ന സാഹിത്യ കായിക അഭിരുചികൾക്കുമുള്ള മണിക്കൂറുകൾ മാറ്റിവെക്കണം, സർഗവാസനകൾക്ക് വേണ്ടി മാറ്റിവെക്കണം എന്നുള്ള തീരുമാനത്തെ നമ്മൾ പൂർണ്ണമായും പിന്തുണയ്ക്കുകയല്ലേ വേണ്ടത്? നോക്കൂ, ഈ LP UPയിൽ ആഴ്ചയിൽ 40 അവറുകളിൽ 3 പീരീഡുകൾ മാറ്റിവെക്കണം. 10ാം ക്ലാസ്സിൽ 1 ക്ലാസ് മാറ്റിവെക്കണം. 8, 9 ക്ലാസ്സുകളിൽ 2 പീരീഡുകൾ മാറ്റിവെക്കണം. അതേപോലെ +1ഉം +2ഉം ആഴ്ചയിൽ 2 പീരീഡ് വീതം മാറ്റിവെക്കണം സൂംബ ഡാൻസിന്. സൂംബ ഡാൻസ് മാത്രമല്ല, സൂംബ ഡാൻസ് അടക്കമുള്ള ലഘു വ്യായാമങ്ങൾക്കായി നമ്മുടെ കുഞ്ഞുങ്ങളുടെ ശരീരം ഇളകുകയും അവരുടെ ശരീരത്തിലൂടെ രക്തയോട്ടം ഉണ്ടാവുകയും അവരിൽ ആനന്ദത്തിൻ്റെ ഹോർമോണുകൾ ഉണ്ടാവുകയും ചെയ്യുക എന്നുള്ളതിൽ ആർക്കാണ് ഇത്ര വിരോധമുണ്ടാവുന്നത്? രാസലഹരി വലിച്ചുകയറ്റി അവരുണ്ടാക്കുന്ന ഹിംസാത്മകമായ പ്രവർത്തനങ്ങളിൽ നിന്ന് ആ കുഞ്ഞുങ്ങളെ തടയണമെങ്കിൽ ഇതല്ലാതെ മറ്റെന്ത് മാർഗമാണ്? ഇതൊരു പോസിറ്റീവായിട്ടുള്ളൊരു അധ്യയന രീതിയല്ലേ? ആ രീതിയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയല്ലേ വേണ്ടത്? അപ്പോഴാണ് ഉടൻ സൂംബ ഡാൻസ് കേട്ട ഉടനെ ആളുകൾ ഉടനെ പോയിട്ട് എന്താണ് ഈ സൂംബ എന്ന് മൊബൈൽ ഫോണിൽ ഇൻ്റർനെറ്റിൽ തപ്പാൻ പോയപ്പോഴാണ് നേരത്തെ ജിമ്മി പറഞ്ഞതുപോലെ ഈ പറയുന്ന ആൽബർട്ടോ ബെറ്റോ പെരസ് എന്ന് പറയുന്ന ഒരു കൊളംബിയൻ
നൃത്ത വിദഗ്ധനാണ് ഈ ഡാൻസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ സംഭവം എന്തായി? അപ്പോൾ അത് നമ്മുടെ നാട്ടിലുള്ള പരിപാടിയല്ല, അത് കൊളംബിയയിൽ നിന്ന് വന്ന സംഭവമാണ്, ലാറ്റിൻ അമേരിക്കനാണ്, ഉടനെ വൈദേശികമായി. ലാറ്റിൻ അമേരിക്ക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ അർത്ഥത്തിൽ ഇപ്പോൾ വൈദേശിക ആധിപത്യത്തിൻ്റെ കീഴിൽ ഞെരിഞ്ഞമർന്ന ഒരു രാജ്യമാണെന്നേ. അതിനെ സാമ്രാജ്യത്വമായിട്ടൊക്കെ കൂട്ടിക്കെട്ടുന്ന മനുഷ്യരെ കുറിച്ച് എന്ത് പറയാനാ? അവിടെ നിന്നല്ലേ മെസ്സി കളിച്ചു വരുന്നത്, ലാറ്റിൻ അമേരിക്കൻ മണ്ണിൽ നിന്നല്ലേ. ആ മെസ്സി ആരാധിക്കുന്ന മനുഷ്യരല്ലേ. ലാറ്റിൻ അമേരിക്കൻ സംഗീതത്തെക്കുറിച്ചല്ലേ നമ്മൾ പലപ്പോഴും പറയുന്നത്. എത്ര ക്രിയാത്മകമായ എഴുത്തും വായനയും സംഗീതവും ഒക്കെ ഉള്ള നാടാണ്. ആ നാട്ടിൽ നിന്ന് വന്ന ഡാൻസ് രൂപമാണെന്നേ സൂംബ. ആ സൂംബ ഡാൻസ് എന്ന് പറയുന്ന ഒരു കാർഡിയോ വാസ്കുലർ എക്സസൈസ് പോലെയാണ് അവതരിപ്പിക്കപ്പെട്ടത്. അതൊരു ഫിറ്റ്നസ് ഡാൻസ് കാറ്റഗറിയിൽ പെടുന്ന ഒന്നാണ്. പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ അത് തുടങ്ങുന്നത് 2000-ലാണ്. 2001 ആകുമ്പോഴേക്കും ലോകത്തെ വിവിധ ഇടങ്ങളിൽ ആളുകൾ ഇത് താല്പര്യപൂർവ്വം സ്വീകരിക്കുന്നു. ഇന്ന് 2 ലക്ഷത്തിലധികം ഇടങ്ങളിൽ കണക്ക് പ്രകാരം സൂംബ ഡാൻസിൻ്റെ പരിശീലന കേന്ദ്രങ്ങളുണ്ട് ലോകത്ത്. 195 രാജ്യങ്ങളിൽ 180 രാജ്യങ്ങളിലും സൂംബ ആ അർത്ഥത്തിലൊരു ഫിറ്റ്നസ് ഡാൻസായിട്ട് അംഗീകരിക്കുന്നുണ്ട്. സ്കൂളുകളിലും റെസിഡൻസ് അസോസിയേഷനിലും കുടുംബങ്ങളിലും ക്ലബ്ബുകളിലും എന്ന് വേണ്ട സൂംബ ഡാൻസിൻ്റെ പ്രാക്ടീസ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് എന്താ മെച്ചമുണ്ടാവുന്നത്? ഇതേപോലെ കാർഡിയോ വാസ്കുലർ എക്സസൈസ് കൂടും. അതൊരു എയറോബിക് എക്സസൈസ് കൂടിയാണ്. അത് സ്വാഭാവികമായും ശരീരചലനങ്ങളെയും പേശിയെയും ദൃഢപ്പെടുത്തുന്നതോടൊപ്പം കാലറി ബേൺ ചെയ്യാൻ സഹായിക്കും. ഏകദേശം 10-15 മിനിറ്റ് കൊണ്ട് വാമപ്പായി ഒരു 10-15 മിനിറ്റ് ഹൈ ഇമ്പാക്റ്റ് ഉള്ള എക്സസൈസ് ചെയ്ത് കൂൾ ഡൗൺ ആയി പോകുന്നൊരു എക്സസൈസ് പരിപാടിയാണെന്ന്. അതിനകത്താണ് ഈ പറയുന്ന ആഭാസം കാണാൻ പോകുന്നത്. അതിൽ ചില ആളുകൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വസ്ത്രം പ്രശ്നമാണെന്ന്. ഇവർക്കൊക്കെ ഈ വസ്ത്രം നോക്കിയിരിക്കുക എന്ന് പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവും. ഏത് കാലത്തിലാണ് ജീവിക്കുന്നത് എന്നുള്ളതാണ്. സുനിത വില്യംസ് അങ്ങ് സ്പേസ് സ്റ്റേഷനിൽ പോയിട്ട് തിരിച്ചു വന്ന നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവർ ഇടകലർന്ന് ജീവിച്ചത് ആണുങ്ങളോടാണെന്ന് പറഞ്ഞു ഫത്വ പുറപ്പെടുവിക്കാൻ ഇറങ്ങിയാൽ എന്തായിരിക്കും അവസ്ഥയെന്ന് നോക്കിക്കോളൂ. അതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അതാണ് ഈ പറയുന്ന ആശങ്കയായിട്ട് വരുന്നത്. ഞാൻ ഭയക്കുന്നതും അത് തന്നെയാണ്. നമ്മുടെ നാട്ടിലൊരു ഇന്നലെ നമ്മൾ ജാനകിയെക്കുറിച്ചാണ് ചർച്ച ചെയ്തത്. ഒരു പേരിൻ്റെ പേരിൽ അസ്വസ്ഥതയും ആശങ്കയും ഉണ്ടാവുന്നു, ഒരു നൃത്തരൂപത്തിൻ്റെ പേരിൽ ആശങ്കയുണ്ടാവുന്നു, ഒരു സിനിമയുടെ പേരിൽ ആശങ്കയുണ്ടാവുന്നു എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളതാണ്. അവിടെ വലിയ രീതിയിൽ അവരൊരു സംഘടിതമായിട്ട് എത്തുകയാണ്. ഇന്നിപ്പോൾ ഇതിൽ പ്രതികരിച്ചിരിക്കുന്നത് ആരൊക്കെയാണ്? ആദ്യം വിസ്ഡമാണ് ഈ വിഷയം അവതരിപ്പിച്ചത്. നമ്മളാണ് ആ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ അഷ്റഫിന് ചില ആശങ്കകളുണ്ട്. അത് നമ്മൾ തത്സമയം അദ്ദേഹവുമായിട്ട് ചോദിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നു അതൊരു സാംസ്കാരിക ജീർണതയുടെ ലക്ഷണമാണ്. ഞങ്ങൾ ആ കുഞ്ഞുങ്ങളെ ഇതേപോലെ ഡാൻസ് പഠിപ്പിക്കാനൊന്നും വിടുന്നില്ല. ആ അർത്ഥത്തിൽ ആണും പെണ്ണും ഒരുമിച്ച് തുള്ളുക എന്നതാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെയുള്ള പദപ്രയോഗങ്ങൾ തന്നെ ഇവർ തുള്ളുക, ഡാൻസ് ചെയ്യുക എന്നുള്ളതിനെയൊക്കെ എങ്ങനെയാണ് നമ്മൾ കാണുക? മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നൊക്കെ ഇവർ പറയുന്നത് ഏതർത്ഥത്തിലാണെന്ന് എനിക്ക് ഇനി മനസ്സിലാവുന്നില്ല. ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്? വളരെ പെട്ടെന്ന് നമുക്കൊരു നൂറ്റാണ്ടിനെ തിരിച്ചു കൊണ്ടുപോകാം. നമ്മൾ താലിബാനെ കുറിച്ച് പറഞ്ഞില്ല. ഒരു കാലഘട്ടത്തിൽ അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകൾ, പ്രത്യേകിച്ച് സോവിയറ്റ് യൂണിയനൊക്കെ അവർ വലിയ ആധിപത്യം സ്ഥാപിച്ചിരുന്ന സമയത്ത് പോലും വലിയ ശാസ്ത്ര തൽപരരും കലാസർഗവാസനയുള്ളവരുമായിട്ടുള്ള ആളുകൾ അന്ന് നൈറ്റ് ക്ലബ്ബുകളിൽ അഫ്ഗാനിസ്ഥാനിൽ പോയി സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിച്ച ചിത്രങ്ങൾ പങ്കുവയ്ക്കപ്പെടുന്നുണ്ട് അഫ്ഗാനിസ്ഥാനിൽ. അതിനു മുമ്പ് അതിനുശേഷം നോക്കൂ, താലിബാൻ വന്നതിന് ശേഷം സംഭവിച്ചത് എന്താ? സ്ത്രീകൾക്ക് സ്കൂളിൽ പോലും പഠിക്കാൻ ഇറങ്ങിയിട്ടില്ല. ഈ യുക്തിയുടെ തുടർച്ചയാണെന്നേ. എന്തിന് നിങ്ങൾ സ്കൂളിൽ പോകണം? എന്തിന് നിങ്ങൾ പഠിക്കണം? നിങ്ങൾ ഈ പറയുന്ന കൃഷിയിടങ്ങളായി വീട്ടിനുള്ളിൽ തന്നെ ഇരുന്നു കൊള്ളൂ എന്ന് പറയുന്ന അത്യന്തം അപകടകരമായ പ്രതിലോമ ചിന്തയുടെ പ്രതിഫലനമാണ്. പക്ഷെ നിർഭാഗ്യവശാൽ അതൊക്കെ നമ്മുടെ നാട്ടിൽ വിറ്റുപോകുന്ന ഒന്നാന്തരം രാഷ്ട്രീയ കറൻസിയാണെന്ന് ചില നേതാക്കൾക്കും ചില വിദ്യാർത്ഥി സംഘടനകൾക്കും അറിയാം. അവരുടെ പ്രതികരണമാണ് യഥാർത്ഥത്തിൽ എന്നെ നിരാശപ്പെടുത്തിയത്. പ്രായം ചെന്നിരിക്കുന്ന ഈ ആളുകളുടെ മതപണ്ഡിതന്മാർ എന്ന് പറയുന്ന ഈ സമൂഹത്തിലെ ഗ്രാംഷിയുടെ ഭാഷയിൽ പറഞ്ഞാൽ പാരമ്പര്യ ബുദ്ധിജീവികളായിരിക്കുന്ന ചില ആളുകളുണ്ട്. അവരെ നമുക്ക് വിട്ടുകളയാം. പക്ഷേ പുതുതലമുറയിൽപ്പെട്ടിരിക്കുന്ന ചെറുപ്പക്കാരിങ്ങനെ പറഞ്ഞാലോ, അതാണ് എന്നെ ആശങ്കപ്പെടുത്തുന്നത് യഥാർത്ഥത്തിൽ. അപ്പോൾ സൂംബയുടെ കാര്യത്തിൽ ഒരാശങ്കയും വേണ്ട. സൂംബയാണെങ്കിൽ സൂംബ, ലഘുവ്യായാമമാണെങ്കിൽ ലഘുവ്യായാമം. അത് ഈ പറയുന്നത് പോലെ ആഭാസകരമായ നൃത്തച്ചുവടുകളൊന്നുമല്ല. അത് ഒരു ഒന്നാന്തരം കാർഡിയോ വാസ്കുലർ ആയിട്ടുള്ള ഒരു നൃത്തരൂപമാണ്. ആ നൃത്തരൂപത്തിൻ്റെ പിന്നാലെ പോവുക എന്നുള്ളതാണ്. പക്ഷേ സർക്കാർ ഈ വിഷയത്തിൽ ഇപ്പോൾ സ്വാഭാവികമായും ഒരു വലിയ സമൂഹത്തെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ആളുകൾ രംഗത്ത് വന്നപ്പോൾ പിൻവാങ്ങുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. താല്പര്യമുള്ളവർക്ക് അത് നടത്തിയാൽ മതി എന്ന നിലപാടിലേക്ക് വരുന്നു. അവിടെ ജനാധിപത്യ രാജ്യം ആണല്ലോ. ഒരു ഡാൻസും ഒരു നൃത്തരൂപം ആരെയും അടിച്ചേൽപ്പിക്കാനോ ഏതെങ്കിലും നൃത്തരൂപം നിഷേധിക്കാനോ പാടില്ല എന്ന് തന്നെയാണ് എൻ്റെയും നീക്കം. പക്ഷെ അതുകൊണ്ട് തന്നെ ലഘു വ്യായാമങ്ങൾ അവിടെ കൊണ്ടുവരിക, ഈ കുഞ്ഞുങ്ങളെ എങ്ങനെയെങ്കിലും ആരോഗ്യമുള്ള കുട്ടികളാക്കി മാറ്റുക എന്നതാണ് ആവശ്യം. അതിന് ഏത് തരത്തിലുള്ള ലഘു വ്യായാമങ്ങളും കൊണ്ടുവരുന്നതിനുള്ള പോസിറ്റീവായിട്ട് പ്രതികരിക്കുന്നു. ഈ പേരിലുള്ള കാര്യങ്ങളൊക്കെ ചർച്ചകളൊക്കെ ഇപ്പോഴും നടത്തേണ്ടി വരുന്നു എന്നുള്ളത് അത്യന്തം ലജ്ജാകരമാണ്. അതിലൊക്കെ ഒരു പൗരൻ എന്ന നിലയിൽ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കൊപ്പം ദുഃഖം ഞാൻ പങ്കിടുകയും ചെയ്യും. സൂംബ ഡാൻസ് സ്കൂളിൽ കൊണ്ടുവരുമ്പോൾ ആശങ്ക വേണോ എന്നുള്ളതാണ് ചോദ്യം. നമുക്കിപ്പം പിയ സുനിൽ ഡൽഹിയിൽ നിന്നും ടെലി ട്രാൻസ്പോർട്ടിംഗ് സംവിധാനം വഴി ചേരുന്നുണ്ട്. പിയ സുനിൽ, ആശങ്ക വേണോ യഥാർത്ഥത്തിൽ? തിരുവനന്തപുരത്ത് നിന്നാണ് നമുക്കൊപ്പം ചേരുന്നത്. ഇന്നലെ തിരുവനന്തപുരത്തേക്ക് എത്തിയിട്ടുണ്ട് പിയ സുനിൽ. തിരുവനന്തപുരത്ത് നിന്നാണ് കൊച്ചിയിലെ നമ്മുടെ ഫ്ലോറിലേക്ക് നമ്മളുടെ പിയ സുനിൽ ടെലി ട്രാൻസ്പോർട്ടിംഗ് സംവിധാനം വഴി ഇപ്പോൾ എത്തുന്നത്. യഥാർത്ഥത്തിൽ പിയ സുനിൽ ഞങ്ങളുടെ അടുത്തില്ല, തിരുവനന്തപുരത്താണുള്ളത്. പിയ സുനിൽ ആദ്യമായിട്ടായിരിക്കും ടെലി ട്രാൻസ്പോർട്ടിംഗ് സംവിധാനത്തിൽ ഇങ്ങനെ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഒരുപക്ഷെ പിയ സുനിൽ. അപ്പോൾ ആശങ്ക വേണോ എന്നുള്ളതാണ്. ടെലി ട്രാൻസ്പോർട്ടിംഗ് സ്റ്റുഡിയോയിലല്ല, സുംബ ഡാൻസിൽ
അരുൺ, ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച സ്കൂൾ തലത്തിൽ പൊതുവിദ്യാഭ്യാസ സംവിധാനം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഈ കേരളത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് വടക്കേന്ത്യയിലൊക്കെ തന്നെ വലിയ മാറ്റങ്ങൾ സംസ്ഥാനങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ദില്ലിയിൽ തന്നെയുള്ള സാഹചര്യം എടുത്താൽ, ദില്ലിയിലൊക്കെയുള്ള കുറേ വർഷങ്ങൾക്ക് മുൻപ് ഡൽഹിയിലുള്ള സ്കൂളുകളൊക്കെ പരിശോധിച്ചാൽ തകര ഷീറ്റിന് അടിയിൽ വെന്തുരുകി കുട്ടികളൊക്കെ തന്നെ പഠിക്കുന്ന തൊഴുത്തുപോലുള്ള ക്ലാസ് മുറികളായിരുന്നു ഈ ഡൽഹിയിലേക്ക് ഉണ്ടായിരുന്നത്. സുജയൊക്കെ തന്നെ ഡൽഹിയിൽ ഉണ്ടായിരുന്ന കാലത്ത് സുജയ്ക്കൊക്കെ തന്നെ അറിയാം. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിലൊക്കെ ഒരു മാറ്റം ഉണ്ടായത് കേരളത്തിലെയൊക്കെ തന്നെ സ്കൂൾ തലത്തിലെ ഈ ഒരു വിദ്യാഭ്യാസ സംവിധാനം, പ്രത്യേകിച്ച് പൊതുവിദ്യാഭ്യാസ സംവിധാനത്തിൻ്റെ ഒരു പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആം ആദ്മി പാർട്ടിയാണ് ആ മാറ്റം കൊണ്ടുവന്നത് എങ്കിൽ പോലും അതിൻ്റെ ഒരു പ്രചോദനം കേരളത്തിൽ നിന്നാണ്. കേരളം അത്തരത്തിലൊക്കെ തന്നെ ദേശീയ തലത്തിൽ വലിയ മാതൃകയായിട്ടുണ്ട്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം സുംബ ഡാൻസ് ആണോ? നോക്കൂ, നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് വിദ്യാഭ്യാസ നയത്തിൽ കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങളൊക്കെ തന്നെ എന്ത് ആഘാതമാണ് വരും ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്നതെന്ന കാര്യം നമ്മൾ ചിന്തിക്കേണ്ടേ? നോക്കൂ, ചരിത്രത്തിൽ വലിയ മാറ്റങ്ങൾ വരുന്നു. മുഗൾ കാലഘട്ടത്തെക്കുറിച്ച് പഠിക്കേണ്ടതില്ല, നിങ്ങൾ ഇന്നത് പഠിക്കേണ്ടതില്ല, ഇന്നത് പഠിച്ചാൽ മതി, സംസ്കൃതം നിർബന്ധമാണ്. വടക്കേന്ത്യയിലൊക്കെ സ്കൂളുകളിൽ ഇപ്പോൾ സംസ്കൃത ഭാഷ നിർബന്ധമായും പഠിച്ചിരിക്കണം. അപ്പോൾ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി സംസ്കൃതം നിർബന്ധമാക്കുന്നു. ഇംഗ്ലീഷ് വേണ്ട, നിങ്ങൾ ഹിന്ദി പഠിക്കണം, ഹിന്ദിയാണ് ഏറ്റവും വലുത്, ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്നവർ ഇപ്പോൾ സമീപഭാവിയിൽ പുച്ഛിക്കേണ്ടി വരും, ലജ്ജിക്കേണ്ടി വരും എന്നൊക്കെ പറയുന്ന ആഭ്യന്തരമന്ത്രി ഉള്ള ഒരു രാജ്യം. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ വെല്ലുവിളികൾ വിദ്യാഭ്യാസ രംഗത്തൊക്കെ തന്നെ ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ ഈ സുംബ ഡാൻസിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നത്. നോക്കൂ, എൻ്റെ നേരിട്ടുള്ള ഒരു അനുഭവം ഞാൻ പറയാം. ഈ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് വിദ്യാർത്ഥികൾ ഓരോ വർഷവും വിദേശ രാജ്യങ്ങളിലേക്ക് പോവുകയാണ്. ഉന്നത വിദ്യാഭ്യാസം, അതിലൂടെ കുടിയേറ്റം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വിദ്യാർത്ഥികളുടെ കുടിയേറ്റം അന്വേഷിച്ച് കാനഡയിലും UK ഒക്കെ തന്നെ കുറേ നാൾ താമസിച്ച് ഈ വിദ്യാർത്ഥികളെ കണ്ടൊക്കെ തന്നെ സംസാരിച്ചിട്ടുണ്ട്. രാത്രിയിൽ മൈനസ് താപനിലയിൽ ലണ്ടനിലൊക്കെ തന്നെ തെരുവിൽ സൗജന്യ ഭക്ഷണത്തിനായി വരി നിൽക്കുന്ന നൂറുകണക്കിന് മലയാളി വിദ്യാർത്ഥികളെ ഞാൻ കണ്ടിട്ടുണ്ട്. പട്ടിണി കിടക്കുന്ന മലയാളി വിദ്യാർത്ഥികളുണ്ട്. ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്ന് ഇങ്ങനെ കിടക്കുന്നത്, നിങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു പോകൂടെ? അവർ പറഞ്ഞ മറുപടി, നാട്ടിൽ ഇതുപോലുള്ളൊരു സ്വാതന്ത്ര്യം കിട്ടും, ഇവിടെ പട്ടിണി കിടന്നാലും സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കാം, നമ്മുടെ സ്വകാര്യ ജീവിതത്തിൽ ഇടപെടാൻ ആളുകൾ വരില്ല, സമൂഹം വരില്ല, സമുദായം വരില്ല. അപ്പോൾ ഒരു സ്വാതന്ത്ര്യം അവർ ഇന്ത്യക്ക് പുറത്ത്, അവരുടെ നാടിന് പുറത്ത്, വിദേശ രാജ്യങ്ങളിൽ അനുഭവിക്കുന്നു എന്നത് എത്ര വലിയ ഒരു വെല്ലുവിളിയാണ് നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം. നോക്കൂ, അപ്പോൾ ഇത്തരത്തിൽ ഈ കാര്യങ്ങൾ തുറന്നു പറയുന്ന ഇത്തരം സാഹചര്യങ്ങൾ കൊണ്ട് ഈ നാട് വിട്ടുപോയി വിദേശ രാജ്യത്ത് പട്ടിണി കിടന്നാലും വേണ്ടില്ല അവിടെ തുടർന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ തലമുറ. നോക്കൂ, ജെൻഡർ ഇക്വാലിറ്റി എന്നത്, തുല്യത എന്നത് വിദ്യാർത്ഥികളിൽ ഉണ്ടാകേണ്ടത് അവരുടെ വിദ്യാലയങ്ങളിൽ നിന്നാണ്. ആൺകുട്ടിയും പെൺകുട്ടിയും ഒരുമിച്ചിരുന്ന് പഠിച്ചതുകൊണ്ട് തുല്യത എന്നത് ഉണ്ടാവില്ല എന്നത് മൂഢത്തരമാണ്. അല്ലെങ്കിൽ പെൺകുട്ടികൾ രാജ്യത്ത് ആക്രമിക്കപ്പെടുന്നത്, സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കുന്നത് പെൺകുട്ടിയും ആൺകുട്ടിയും ഒരുമിച്ച് സ്കൂളിലിരുന്ന് പഠിക്കുന്നതുകൊണ്ടാണെന്നൊക്കെ പറയുന്നത് എത്ര വലിയ വിഡ്ഢിത്തമാണ് എന്നതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഈ മത പണ്ഡിതന്മാർ, അതുപോലെ തന്നെ നമ്മുടെ സാമുദായിക നേതാക്കന്മാർ, അതുപോലെ തന്നെ സമുദായ സംഘടനകളുടെ തലവന്മാരൊക്കെ തന്നെ ഒരു കാര്യം ഓർക്കുക, ഈ പുരോഗമന ചിന്താഗതിയിലല്ല ഇവരുടെ നീക്കങ്ങളെങ്കിൽ പുതിയ തലമുറ ഇതൊന്നും കണ്ടിരിക്കാൻ പോകുന്നില്ല. ഇവർക്കെതിരെ ശക്തമായി നീങ്ങും. ഇവരെ വേരോടെ പിഴുതെടുത്ത് അറബിക്കടലിൽ എറിയുന്ന സമീപനത്തിലേക്ക് പുതിയ തലമുറ മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം പുതിയ തലമുറയുടെ ചിന്താഗതി ഇതൊന്നുമല്ല. അവരെ സ്വാധീനിക്കുന്ന പുരോഗമന ആശയത്തിലേക്ക്, പുരോഗമന ചിന്താഗതിയിലേക്ക് നമ്മുടെ സാമുദായിക നേതാക്കന്മാരും മതനേതാക്കളും ഒക്കെ തന്നെ മാറിയില്ലെങ്കിൽ അവരുടെ നിലനിൽപ്പ് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യചിഹ്നമാകാൻ പോകുന്നത്. ഇനി സുംബ ഡാൻസിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, സംസ്ഥാന സർക്കാർ ലഹരി വിരുദ്ധ പ്രചരണത്തിൻ്റെ ഭാഗമായി സ്കൂളുകളിൽ ഒരു സുംബ ഡാൻസ് അല്ലെങ്കിൽ ഒരു കായിക ഇനം കുട്ടികളിൽ കൊണ്ടുവരാൻ തീരുമാനിച്ചു. കുട്ടികൾ കളിച്ച് വളരണം, അല്ലെങ്കിൽ അവരുടെ മാനസികാരോഗ്യം വളരണം, അതിൽ പുരോഗതി ഉണ്ടാകണം എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന സർക്കാർ ഈ ഒരു തീരുമാനത്തിലേക്ക് വന്നിട്ടുണ്ടാവുക. തീർച്ചയായും ലഹരിയിലൊക്കെ തന്നെ നമ്മുടെ യുവതലമുറ വഴുതി വീഴുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഒരു കളിക്കളങ്ങൾ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ കുട്ടികൾക്ക് അവരുടെ മാനസികാരോഗ്യം വർദ്ധിപ്പിക്കുന്ന പുതിയ മേഖലകൾ ഉണ്ടാകുന്നത് തീർച്ചയായും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. അത് തീർച്ചയായും നമ്മുടെ നാട്ടിൽ ഉണ്ടാകണം, സാംസ്കാരിക വൈവിധ്യങ്ങൾ ഉണ്ടാകണം. അതുകൊണ്ട് ഇത്തരം സംഭവങ്ങളെ പോസിറ്റീവായി എടുത്ത് അതിനെ പിന്തുണച്ച് അതിൻ്റെ ഭാഗമായി നിൽക്കുന്നതിന് പകരം ഇത് നമ്മുടെ സാമൂഹ്യ മര്യാദയ്ക്ക് ചേരുന്നതല്ല, ഇത് സദാചാരമല്ല,
അങ്ങനെയുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നത് വലിയ പാപ്പരത്വമാണ്. കേരളം എന്നത് വലിയ പോരാട്ടങ്ങൾ കണ്ടിട്ടുള്ള മണ്ണാണ്. ഇതുപോലുള്ള അനീതികൾക്കെതിരെ, ഇതുപോലുള്ള ചിന്താഗതികൾക്കെതിരെ വലിയ പോരാട്ടം കണ്ടിട്ടുള്ള മണ്ണാണ് കേരളത്തിൽ. അതുകൊണ്ട് കേരളത്തിലെ യുവതലമുറയും കേരളത്തിലെ സമൂഹവും ഒന്നും തന്നെ ഇതിനെ വെച്ചുപൊറിപ്പിക്കാൻ പോകുന്നില്ല. വളരെ ശക്തമായി ഇതിനെതിരെ രംഗത്ത് വരും. നേരത്തെ ജിമ്മി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ എന്നെ അത്ഭുതപ്പെടുത്തുന്നത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയുടെ ഈ വിഷയത്തിലെ ഒരു സമീപനം എന്താണെന്ന് വ്യക്തമാക്കാത്തതാണ്. കാരണം മുസ്ലിം ലീഗ് പോലെ അല്പമെങ്കിലും ഒരു പുരോഗമന ചിന്താഗതിയുള്ള ഒരു പാർട്ടി ഈ വിഷയത്തിൽ വളരെ ശക്തമായൊരു നിലപാട് സ്വീകരിച്ചു വന്ന് ആ സമൂഹത്തിൽ ഒരു വലിയ മാറ്റമുണ്ടാക്കാൻ ശ്രമിക്കേണ്ടതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഇതുവരെ മുസ്ലിം ലീഗ് ഈ വിഷയത്തിൽ ഒരു നിലപാടും സ്വീകരിച്ചിട്ടില്ല, ഒരു അഭിപ്രായവും പറഞ്ഞിട്ടില്ല എന്നത് തീർച്ചയായും ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. നേരത്തെ മുബഷീറിൻ്റെ റിപ്പോർട്ടിങ്ങിൽ പറഞ്ഞതുപോലെ ഒരുപാട് കുട്ടികൾ ഇപ്പോൾ മുസ്ലിം സമുദായത്തിൽ നിന്നൊക്കെ തന്നെ ഒരുപാട് കുട്ടികൾ പുറം രാജ്യങ്ങളിൽ പഠിക്കാൻ വരുന്നു. ഡൽഹിയിൽ യൂണിവേഴ്സിറ്റിയിലൊക്കെ തന്നെ ഒരുപാട് കുട്ടികൾ ഇപ്പോൾ പഠിക്കാനായി വരുന്ന ഒരു കാലമാണ്. അപ്പോൾ ഇവർ ഈ ചട്ടക്കൂടുകൾക്കകത്ത് നിന്നൊക്കെ തന്നെ കുട്ടികൾ പുറത്തേക്ക് വന്ന് വിദ്യാഭ്യാസം നേടാനും പുതിയ മേഖലകളിലേക്ക് പോകാനും ഒക്കെ തന്നെ ശ്രമിക്കുന്ന ഒരു കാലമാണിത്, പുതിയ കാലമാണിത്. അപ്പോൾ ആ പുതിയ കാലത്തെ ഉൾക്കൊള്ളണം. എൻ്റെ ഒരു സഹപ്രവർത്തകൻ ഉണ്ടായിരുന്നു. ജീവിതത്തിൽ സിനിമാ തിയേറ്ററിൽ പോയി നേരിട്ട് സിനിമ കാണാൻ കഴിയാതിരുന്ന എൻ്റെ ഒരു സഹപ്രവർത്തകനുണ്ടായിരുന്നു. എൻ്റെ കൂടെ ജോലി ചെയ്തൊരു സഹപ്രവർത്തകൻ. അവരുടെ സാമൂഹ്യ അന്തരീക്ഷം അതുപോലെയായിരുന്നു, അവരുടെ ആ സമുദായത്തിലെ അന്തരീക്ഷം അതുപോലെയായിരുന്നു. അപ്പോൾ അതെല്ലാം മാറണം. അപ്പോൾ ഇതെല്ലാം മാറും, അതെല്ലാം പൊളിച്ചെഴുതുന്ന ഒരു യുവതലമുറ തന്നെയാണ് നമുക്കിടയിലുള്ളത്. ആശങ്ക വേണോ സൂംബയിൽ എന്നുള്ളതാണ് ചോദ്യം. സുജയ, ആശങ്ക വേണോ? ആശങ്ക വേണ്ടതില്ല, പക്ഷേ ചിലർ വല്ലാതെ ആശങ്കപ്പെടുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ ആശങ്ക കാണുമ്പോൾ ആ ആശങ്ക തീർക്കുമോ സർക്കാർ, അതോ ആ ആശങ്കയ്ക്ക് വഴങ്ങിക്കൊണ്ട് സൂംബ വേണ്ടെന്ന് വെക്കുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. കാരണം മുൻപും പല കാര്യങ്ങളിലും വഴങ്ങിക്കൊടുത്ത ചരിത്രമുള്ളത് കൊണ്ട് വഴങ്ങിക്കൊടുത്താലും അതിൽ അതിശയിക്കാനൊന്നുമില്ല. സൂംബയ്ക്ക് പകരം കൂടുതൽ കായിക അധ്യാപകരെ നിയമിച്ച് നമ്മുടെ PT മാഷ് വന്ന് കുറച്ചുകൂടിയൊക്കെ ഒന്ന് വ്യായാമം ചെയ്യിപ്പിച്ചിട്ട് പോയാൽ മതി എന്ന രീതിയിലേക്ക് ഒരു ലഘൂകരിച്ച ഉത്തരവും ഒരു പക്ഷേ കണ്ടേക്കാം. മുൻകാലങ്ങളിലും കീഴടങ്ങിയ ചരിത്രമുള്ള സർക്കാരാണല്ലോ. അപ്പോൾ ഇതിൽ ആണും പെണ്ണും അല്പവസ്ത്രം ധരിച്ച് മ്യൂസിക് ഇട്ട് തുള്ളുന്നത് പഠിക്കാനല്ല കുട്ടികളെ സ്കൂളിലേക്ക് വിടുന്നത്. അത് ശരിയാണ്, അത് പഠിക്കാനായിട്ടല്ല. നമ്മൾ ആരും കുട്ടികളെ സ്കൂളിൽ വിടുന്നത് ഇങ്ങനെയുള്ള അല്പവസ്ത്രം ധരിക്കാനൊന്നുമല്ല. കുട്ടികൾ യൂണിഫോം ഇട്ടാണ്, എൻ്റെ മക്കളൊക്കെ യൂണിഫോം ഇട്ടാണ് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെ ആ പ്രതികരണം, അതായത് ഇന്നലെ തുടക്കമിട്ട പരിപാടിയെക്കുറിച്ച് മുഖ്യമന്ത്രിയാണല്ലോ ആദ്യം പറഞ്ഞത്. സൂംബ എന്താണ്, ആ പേരൊക്കെ അദ്ദേഹം എന്താണെന്നൊക്കെ ചോദിച്ച് വളരെ രസകരമായിട്ടാണ് മുഖ്യമന്ത്രി ഈ ഒരു മാറ്റത്തെക്കുറിച്ച് പറഞ്ഞത്. അപ്പോൾ ഈ സ്കൂളിലെ ആദ്യത്തെ ഒരു 7 പീരീഡ് കഴിഞ്ഞതിന് ശേഷം 8ാമത്തെ പീരീഡിലാണല്ലോ സൂംബ ഡാൻസ് പരിശീലിപ്പിക്കുന്നത്. അപ്പോൾ ആ 7 പീരീഡിലിട്ട യൂണിഫോം ഒക്കെ ഊരി മാറ്റി അല്പവസ്ത്രമൊക്കെ സ്കൂളിൽ നിന്ന് തന്നെ കൊടുത്ത് അതിട്ടുകൊണ്ട് ഇവർ തുള്ളുന്നു എന്നാണ് ഈ പണ്ഡിതർ മനസ്സിലാക്കിയത് എന്ന് വേണം മനസ്സിലാക്കാൻ. അതൊരു തെറ്റിദ്ധാരണയാണ്. ആ ഒരു ആശങ്ക അവർക്ക് എന്തിനാണ്? അവരുടെ മക്കളായാലും നമ്മുടെ മക്കളായാലും ഒക്കെ സ്കൂളിൽ പോകുന്നത് യൂണിഫോം ഇട്ടുകൊണ്ടാണ്. യൂണിഫോം ഇല്ലാത്ത സ്കൂളുകളൊക്കെ വളരെ കുറവാണ് കേരളത്തിൽ ഇന്ന്. അപ്പോൾ ആ യൂണിഫോമിൽ തന്നെയായിരിക്കും, കാരണം ക്ലാസ് വിടുന്നതിന് തൊട്ട് മുൻപുള്ള പീരീഡ് അല്ലെങ്കിൽ ആ അവറിലാണ് ഈ വ്യായാമം നടക്കുന്നത്. അപ്പോൾ സൂംബ എന്താണെന്ന് അറിയില്ല. ഒന്നാമത്തെ കാര്യം, അവർ പോയി കണ്ടത് സാമ്പാ നൃത്തമാകാനുള്ള സാധ്യതയുണ്ട്. കാരണം സാമ്പാ നൃത്തത്തിൽ ഞാൻ നോക്കിയപ്പോഴത്തേക്കും കുറച്ച് വസ്ത്രമൊക്കെ കുറവാണ്. അപ്പോൾ സ്പെല്ലിംഗ് അടിച്ചു കൊടുത്തപ്പോൾ തെറ്റിപ്പോയതായിരിക്കും. സൂംബയും സാമ്പയും ചെറിയ വ്യത്യാസമല്ലേ ഉള്ളൂ. ഒന്നുകിൽ സാമ്പയായിരിക്കും, അല്ലെങ്കിൽ ഇവരിനി കണ്ട യൂട്യൂബ് വീഡിയോ ബെല്ലി ഡാൻസിൻ്റെ ആണോ എന്നും അറിയില്ല, കാരണം അതിലും അല്പവസ്ത്രമാണ്. അപ്പോൾ ഇതിലേതെങ്കിലും ആയിരിക്കും, കാരണം ആ രീതിയിലുള്ള ബെല്ലി ഡാൻസായി പോകുമെന്നൊക്കെ വരെ ഉള്ള പ്രതികരണങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ നേരത്തെ നിങ്ങളൊക്കെ സൂചിപ്പിച്ചതുപോലെ വ്യായാമത്തിന് മടി കാണിക്കുന്നവരുണ്ട്. അതായത് യോഗയോ അല്ലെങ്കിൽ ജിമ്മിൽ പോകുന്നതോ അല്ല അങ്ങനെയുള്ള പലതരം വ്യായാമങ്ങളിൽ ചിലതിൽ മടി കാണിക്കുന്നവരുണ്ട്. അപ്പോൾ വ്യായാമത്തോട് മടിയുള്ളവർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു ലഘു വ്യായാമമാണ് സൂംബ എന്നതാണ് നമ്മൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു രീതിയെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ സൂംബ ഡാൻസ് സ്കൂളിൽ കൊണ്ടുവന്നത് എന്ത് പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്നൊക്കെ ചോദിക്കുന്നത് MSFന്റെ നേതാവ് PK നവാസാണ്. അപ്പോൾ നവാസ് ഇത് ചോദിക്കുമ്പോഴത്തേക്കുമാണ് നമുക്കതിനകത്ത്, കാരണം മതപണ്ഡിതർ ചോദിക്കുന്ന അവർ പലതരത്തിലുള്ള അവരുടെ ഫത്വകൾ, അവരുടെ ആശങ്കകൾ, അവരുടെ മതപഠനത്തിലൂടെ അവർ കടന്നു വന്ന അവരെ അങ്ങനെയാണ് അവരുടെ ഒരു ബ്രെയിൻ തന്നെ ആ രീതിയിലാണ് അവർ ക്രമപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് അവർക്ക് ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് മതത്തെക്കുറിച്ച് അല്ലെങ്കിൽ മതത്തിൻ്റെ ചട്ടക്കൂടിൽ നിന്ന് മാത്രമേ അവർക്ക് ചിന്തിക്കാൻ കഴിയുള്ളൂ. പക്ഷേ അതുകൊണ്ടാണ് ലീഗും മതപണ്ഡിതരുടെ തീരുമാനത്തിനൊപ്പം നിൽക്കണോ പുതിയ കാലത്തിനൊപ്പം നിൽക്കണോ എന്നുള്ള ഒരു ആശങ്കയിൽ PMA സലാം ഇന്ന് വളരെ നൈസായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞത്. അപ്പോൾ അവർക്ക് പഠിക്കാനുള്ളത് ഇതാണ്, ഇതിനൊപ്പം നിൽക്കുമെന്നുള്ളത് അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇവിടെ ക്ലാസ് വിടുന്നതിന് മുൻപ് ഈ സൂംബ ചെയ്യുന്നതിനെക്കുറിച്ച് ഇന്ന് TK അഷ്റഫ് പറഞ്ഞത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ ഒട്ടും വിസ്ഡം ഇല്ലായിരുന്നു എന്നാണ് എനിക്കത് കേട്ടപ്പോൾ തോന്നിയത്. കാരണം കുറച്ചെങ്കിലും വിസ്ഡമുള്ള ആളുകൾ ഈ രീതിയിൽ പ്രതികരിക്കില്ല, പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള ഒരു വിഷയത്തിൽ. നേരത്തെ എടുത്തിട്ടുള്ള പല നിലപാടുകളുണ്ടല്ലോ. വീട്ടിലെ പ്രസവം പ്രോത്സാഹിപ്പിക്കൽ, വീട്ടിലെ പ്രസവത്തിൽ ഒരു സ്ത്രീ മരിച്ചതൊക്കെ ഏത് ജില്ലയിലാണ്? അപ്പോൾ വീട്ടിലെ പ്രസവം പ്രോത്സാഹിപ്പിക്കൽ അടക്കം കേരളത്തിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഏത് ജില്ലയിലാണ്? അതൊക്കെ നമ്മൾ നോക്കണം. വീട്ടിലെ പ്രസവം പ്രോത്സാഹിപ്പിക്കൽ, കുത്തിവയ്പ്പ് അശാസ്ത്രീയമാണെന്ന് പറയൽ, കുത്തിവയ്പ്പിനോടുള്ള ഒരു വിമുഖത, അങ്ങനെ പല പല കാര്യങ്ങളിൽ പുറംതിരിഞ്ഞു നിൽക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഈ മാറ്റത്തെയും ഇവരൊക്കെ അംഗീകരിക്കും, പക്ഷേ അതിന് കുറേ സമയമെടുക്കും. കാരണം ഇവർ പറയുന്നത് കേട്ടുകൊണ്ട് ഇത് വേണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരു സംവിധാനമാണെങ്കിൽ പിന്നെ നമ്മൾ പുരോഗമനത്തെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പുരോഗമനം ചില സോക്കോൾഡ് വിതിൻ കോട്ട്സ് ചില ഇടങ്ങളിൽ മാത്രം
മാത്രം മതി എന്ന് തീരുമാനിച്ചുകൊണ്ട് വോട്ട് ബാങ്കിന് വേണ്ടി ഇതങ്ങ് വേണ്ട എന്ന് വെക്കുന്നതും ഒരു പക്ഷേ നമുക്ക് കണ്ടെന്ന് വരാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ്. ഇടകലർന്നേ മനുഷ്യന് ജീവിക്കാൻ പറ്റൂ. പ്രകൃതി തന്നെ ആണ് പെണ്ണ് എന്ന രണ്ട് ഈ ദ്വന്ദ്ങ്ങൾ ഉണ്ടാക്കിയത് എന്തിനാണ്? അത് ഇടകലർന്ന് ജീവിക്കുന്നതിന് വേണ്ടിയാണ്. അത് പഠിക്കുന്ന കാര്യത്തിലായാലും ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിലായാലും ജോലി ചെയ്യുന്ന കാര്യത്തിലായാലും ആണും പെണ്ണും ഉണ്ട്. ആ ബൈനറി അവിടെ നിൽക്കുന്നത്. മാത്രമല്ല ട്രാൻസ്ജെൻഡേഴ്സും ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ. എല്ലാവരും ഇടകലർന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. അപ്പോൾ അതിൽ ഇങ്ങനെ ഒരു വേർതിരിവ്, ആണ് വേറെ പെണ്ണ് വേറെ എന്ന് പറഞ്ഞുകൊണ്ട് വെച്ചുകൊണ്ട് എത്ര കാലം ഇവരിങ്ങനെ അകറ്റി നിർത്തും? മാത്രമല്ല ഈ സൂംബ ഡാൻസ് ചെയ്തതുകൊണ്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യായാമ മുറയിൽ ഏർപ്പെട്ടതുകൊണ്ട് ഈ കുട്ടികളെല്ലാവരും അങ്ങ് പാഴായി പോകും. ആ ഒരു ചിന്താഗതിയൊക്കെ ഈ പുതിയ കാലത്ത് വേണോ എന്നൊരു ചിന്തയുണ്ട്. കാരണം പാഴായി പോകാനാണെന്നുണ്ടെങ്കിൽ എന്തായാലും അവർക്ക് അതിനായി മറ്റു വഴികൾ തേടാവുന്നതേ ഉള്ളൂ. ഈ സ്കൂൾ സമയം എന്ന് പറയുന്ന 6 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെയുള്ള സമയമല്ല, അത് കഴിഞ്ഞ സമയമുണ്ട്. ഇന്ന് സ്മാർട്ട് ഫോൺ കാലമാണ്. കുട്ടികൾക്ക് എന്തെല്ലാം ആക്സസുകളുണ്ട്. ഇൻസ്റ്റഗ്രാമിലൂടെ ഗ്രൂപ്പ് ഉണ്ടാക്കിയാണ് ആ കുട്ടിയുടെ മരണസമയത്ത് അവർ ചാറ്റ് ചെയ്തത്. നമ്മൾ കണ്ടതല്ലേ താമരശ്ശേരിയിലെ ഷഹബാസിന്റെ മരണവേളയിൽ കുട്ടികൾ തമ്മിൽ നടന്ന ചാറ്റ്. എത്ര വയസ്സുള്ള കുട്ടികളാണ്? 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളല്ലേ. അവർ തമ്മിൽ സീക്രട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുള്ള ചാറ്റാണ്. അതൊന്നും ഈ ആളുകളൊന്നും അറിഞ്ഞില്ലേ? ഈ വിസ്റ്റം ഒന്നും അറിഞ്ഞില്ലേ? അതൊന്നും നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. സ്കൂളിൽ ടീച്ചർമാരുടെ, അതായത് അധ്യാപകരെ, പ്രത്യേകം അധ്യാപകരെ വെച്ചുകൊണ്ട് നടത്തുന്ന ഒരു പരിശീലന പരിപാടിയിൽ ഇടകലർന്ന പിള്ളേർ വഴിതെറ്റി പോകുമെന്ന് പറയുന്നവർ ഇക്കാര്യങ്ങളൊക്കെ എന്താണ് ശ്രദ്ധിക്കാത്തത്? അതിലൊക്കെയല്ലേ ഒരു ശ്രദ്ധ വേണ്ടത്. ആക്രമണോത്സുകതയും ഇല്ലാതാക്കുന്നതിനായി സൂംബ മാത്രമല്ല യോഗയടക്കം മറ്റു കാര്യങ്ങളുമൊക്കെ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും വ്യായാമം എന്ന് പറയുന്നത് അത് ചെറിയ കുട്ടി മുതൽ പ്രായമായ മനുഷ്യൻ വരെ എല്ലാവർക്കും അവരുടെ ജീവിതത്തിൽ ആവശ്യമായതാണ്. അത് ചെയ്യാനായിട്ടുള്ള ഒരു ക്രമം അത് സ്കൂൾ കാലഘട്ടം മുതൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നതിനെ ഖുർആൻ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇന്ന് ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി പറഞ്ഞത്. വിശുദ്ധ ഖുർആന്റെ 31 വാക്യമാണ്, 31ാമത്തെ 6-7 വാക്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. അതിലിങ്ങനെയാണ്, അതായത് സമൂഹത്തിലേക്ക് കൊടുക്കുന്ന, സ്വന്തം മതത്തിലുള്ളവരോട് കൊടുക്കുന്ന സന്ദേശം ഇതാണ്: യാതൊരു അറിവും വിവേകവും ഇല്ലാതെ അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ ഭ്രഷ്ടരാക്കാനും അതിനെ പരിഹാസപാത്രമാക്കാനുമായി വില കൊടുത്ത് വിനോദം വാങ്ങുന്ന ചില ആളുകളുണ്ട്. അവർക്ക് ഹീന ശിക്ഷയാണുള്ളത്. ഇതാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇതാണ് പാണ്ഡിത്യത്തോടെ പറഞ്ഞു കൊടുക്കുന്നത്. ഇത് അടുത്ത ജനറേഷനിലേക്ക്, ഇന്നത്തെ 2K കിഡ്സിന് ഇതൊക്കെ അറിയാം. അവർക്ക് അവരുടെ മതത്തെക്കുറിച്ച് അറിയാം, മറ്റൊരാളുടെ മതത്തെക്കുറിച്ച് അറിയാം. ഈ മതത്തിലൊന്നും ഒരു കാര്യമില്ല, മനുഷ്യരിലാണ് കാര്യമെന്ന് പറയാം. ആ 2K കിഡ്സ് ആണ് ഇന്ന് സ്കൂളുകളിൽ പഠിക്കുന്നത്. ആ ഒരു ജനറേഷൻ ചേഞ്ച് ഇവർ മനസ്സിലാക്കുന്നില്ല എന്നതാണ്. വിദ്യാർത്ഥികളെ ആഭാസത്തിന് നിർബന്ധിക്കരുതെന്നാണ് നാസർ ഫൈസി കൂടത്തായി പറഞ്ഞത്. ഈ സൂംബയിൽ എവിടെയാണ് ആഭാസം, എവിടെയാണ് ഇടകലരൽ? ഓരോ വ്യക്തിയും സ്വതന്ത്രമായിട്ടാണ് സൂംബ ചെയ്യുന്നത്, അല്ലാതെ പരസ്പരം കെട്ടിപ്പിടിച്ചൊന്നും അല്ല ചെയ്യുന്നത്. ഇവർ കണ്ട നൃത്തരൂപം ഏതാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവർ കണ്ട നൃത്തരൂപം ഏതാണ്, യൂട്യൂബ് ലിങ്ക് ഏതാണ് എന്നത് അവർ വെളിപ്പെടുത്തിയാലേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റൂ. എന്തായാലും സൂംബയിൽ എങ്ങനെ പരസ്പരം പുണർന്നു നിന്നുള്ള നൃത്ത ചുവടുകളൊന്നുമല്ല ചെയ്യുന്നത്. ഓരോരുത്തരും വ്യക്തിപരമായ വ്യായാമമാണ് ഈ സൂംബയിൽ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളുടെ വ്യക്തി സ്വാതന്ത്ര്യം, മൗലികാവകാശം, ഇതൊക്കെയാണ് എടുത്തു പറയുന്നത്. ഈ സ്വാതന്ത്ര്യമൊക്കെ ആ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നുണ്ടോ? അവരെ വീണ്ടും ഇങ്ങനെ ഇരുട്ടിൽ ഇങ്ങനെ മൂടിയിട്ട് വളർത്താനാണോ ഉദ്ദേശിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം ഇവിടെ നിൽക്കുകയാണ്. അതോടൊപ്പം ഇവർ ഉയർത്തിയ, ഈ വിമർശകർ ഉയർത്തിയ ഒരു വിഷയം കായിക അധ്യാപക നിയമത്തിലെ വിദ്യാഭ്യാസ വകുപ്പിന്റെ അലംഭാവമാണ്. അതുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടണം. കാരണം കൃത്യമായി കായിക അധ്യാപകർ എല്ലാ സ്കൂളുകളിലും വേണം. ഇത് സൂംബ നൽകുന്ന ഒരു സെലിബ്രേഷൻ കൾച്ചറാണ് എന്നൊക്കെയുള്ള വിമർശനങ്ങളാണല്ലോ ഇതിൽ പ്രധാനമായിട്ടും ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. ഈ കുട്ടികളെ സൂംബ പരിശീലിപ്പിക്കുന്നതിനൊപ്പം ഈ സർക്കാർ ചെയ്യേണ്ട, വിദ്യാഭ്യാസ വകുപ്പ് ചെയ്യേണ്ട മറ്റൊരു കാര്യം, കുട്ടികളുടെ പഠനാന്തരീക്ഷം, അവർക്ക് സ്ട്രെസ് ഉണ്ടാകുന്നുണ്ടോ? മുഖ്യമന്ത്രി പറഞ്ഞ എന്താണ്? കുട്ടികൾക്ക് പലതരത്തിലുള്ള സ്ട്രെസ് ഉണ്ട്. അത് വീട്ടിലെ മാത്രമല്ല, സമൂഹത്തിലെ മാത്രമല്ല, സ്കൂളിലെയും സ്ട്രെസ് ഉണ്ട്. 9ാം ക്ലാസ്സുകാരിയെ 8ാം ക്ലാസ്സിൽ കൊണ്ടിരുത്തിയപ്പോഴേക്കും, ഇരുത്താനായിട്ട് ഒപ്പിട്ട് വാങ്ങിയപ്പോഴേക്കും ആ കുഞ്ഞ് ആത്മഹത്യ ചെയ്തത് നമ്മൾ മറക്കാറായിട്ടില്ല, കഴിഞ്ഞ ദിവസമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, കുട്ടികളുടെ പഠനാന്തരീക്ഷം മെച്ചപ്പെടുത്തുക, അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിൽ, ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ നല്ല സൗഹൃദം എൻ്റെ അധ്യാപകരുമായിട്ട് അല്ലെങ്കിൽ എൻ്റെ ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും അധ്യാപകരുമാരുമായിട്ടൊക്കെയുള്ള ആ ഒരു സൗഹൃദം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് എത്രത്തോളം സൗഹൃദമുണ്ട് എന്നതുകൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ചർച്ചകളും വിദ്യാഭ്യാസ വകുപ്പ് ഇനിഷ്യേറ്റ് ചെയ്യണം. സർഗാത്മകത എന്നൊക്കെ പറയുന്നത് അത് വിതിൻ കോട്ട്സ്, അത് എവിടെയോ കിടക്കുകയാണ്. അത് ഇന്നത്തെ സ്കൂളുകളിൽ ഇല്ല എന്നുള്ളതും ഒരു വിഷയമാണ്. അപ്പോൾ സൂംബ മാത്രം പോരാ, മൊത്തത്തിലൊരു മാറ്റം കൊണ്ടുവന്നാൽ നന്നായിരിക്കും. പിന്നെ ഇവരെയൊക്കെ പേടിച്ച് പിന്നോട്ട് പോകാനാണെങ്കിൽ ഇത്തരം ഐഡിയയുമായിട്ട് ദയവേത് പിണറായി വിജയൻ വരരുത്. ഓക്കെ, അപ്പോൾ സൂംബ ആശങ്ക വേണോ എന്നുള്ളതായിരുന്നു ചോദ്യം. സൂംബയുടെ കാര്യത്തിൽ 4 പേരുടെയും അഭിപ്രായം ആശങ്ക വേണ്ട എന്ന് തന്നെയാണ്. Meet the editors.